വെസ്റ്റ് ബാങ്കിലെ ജനീൻ നഗരത്തിൽ വീണ്ടും ഇസ്രയേൽ ആക്രമണം. 10 പേർ മരിച്ചു, നിരവധി പേർക്ക് പരിക്ക്. UAE ശക്തമായി അപലപിച്ചു. എല്ലാ കരാറുകളും ലംഘിച്ചുകൊണ്ടുള്ള മാരകമായ ആക്രമണത്തെ അപലപിച്ച വിദേശകാര്യ മന്ത്രാലയം ഇസ്രയേലിന്റെ തുടർച്ചയായ ലംഘനങ്ങൾ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. തുടർ ആക്രമണങ്ങൾ തടയുന്നതിനും കൂടുതൽ ജീവഹാനി ഒഴിവാക്കുന്നതിനും യോജിച്ച അന്താരാഷ്ട്ര ശ്രമങ്ങൾ ഉണ്ടാകണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. പൊതുജനാരോഗ്യവും പരിസ്ഥിതിയും സംരക്ഷിക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് അബുദാബി പരിസ്ഥിതി ഏജൻസി. ഇതിനുള്ള പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. പൊതുജനാരോഗ്യവും പരിസ്ഥിതിയും സംരക്ഷിക്കുന്നതിൽ വീഴ്ച വരുത്തിയതായി കണ്ടെത്തിയ 2 കമ്പനികളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാൻ ഉത്തരവിറക്കിയതായും ഏജൻസി അറിയിച്ചു. UAEയിൽ അർദ്ധരാത്രി കഴിഞ്ഞും പുലർച്ചെ നേരത്തും പലയിടങ്ങളിലും മൂടൽമഞ്ഞിന് സാധ്യത. പടിഞ്ഞാറൻ മേഖലകളിലും തീരപ്രദേശങ്ങളിലുമാണ് മൂടൽമഞ്ഞിന് സാധ്യതയെന്നാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചത്. ആകാശം മേഘാവൃതമായിരിക്കും. ഇന്ത്യയുടെ 76ാമത് റിപ്പബ്ലിക് ദിനം 26 ഞായറാഴ്ച ഗൾഫ് നാടുകളിലും വർണ്ണാഭമായ ആഘോഷങ്ങൾ. അബുദാബി ഇന്ത്യൻ എംബസിയിൽ രാവിലെ 8 സ്ഥാനപതി സഞ്ജയ് സുധീറും ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിൽ രാവിലെ 7 കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവനും പതാക ഉയർത്തും. അബുദാബി ഇന്ത്യൻ സോഷ്യൽ സെന്റർ, ദുബായ് ഇന്ത്യൻ അസോസിയേഷൻ, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ തുടങ്ങി UAEയിലെ അംഗീകൃത ഇന്ത്യൻ സംഘടനാ ആസ്ഥാനങ്ങളിലും ദേശീയ പതാക ഉയർത്തും. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് വിവിധ സംഘടനകളുടെ കീഴിൽ നിരവധി പരിപാടികളും നടക്കുന്നുണ്ട്. കുവൈത്തിൽ പാകിസ്ഥാൻ ഉൾപ്പെടെ 7 രാജ്യക്കാർക്കുണ്ടായിരുന്ന വിസ വിലക്ക് റദ്ദാക്കി. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, സിറിയ, ജോർദാൻ, ഇസ്രായേൽ എന്നീ രാജ്യക്കാർക്കാണ് കുവൈറ്റ് വിസ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. ഈ വിലക്കാണിപ്പോൾ നീക്കിയത്. വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്തേകുക എന്ന ലക്ഷ്യത്തോടെ സന്ദർശക വിസ നടപടികളിലും അയവ് വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ GCC രാജ്യക്കാർക്ക് അതിർത്തി കവാടങ്ങളിൽ തന്നെ ടൂറിസ്റ്റ് വിസയ്ക്കായി എളുപ്പത്തിൽ അപേക്ഷിക്കാവുന്നതാണെന്ന് അധികൃതർ അറിയിച്ചു. സൗദി അറേബ്യയിൽ വൻ മയക്കുമരുന്ന് വേട്ട. ജിദ്ദ തുറമുഖം വഴി സൗദിയിലേക്ക് കടത്താൻ ശ്രമിച്ച 14 ലക്ഷത്തിലധികം കാറ്റഗൺ ഗുളികകളാണ് സൗദി സക്കാത്ത് നികുതി കസ്റ്റംസ് അതോറിറ്റി പിടിച്ചെടുത്തത്. പരിശോധനയ്ക്കിടെ കപ്പലിനുള്ളിൽ ഗുളികകൾ കണ്ടെത്തുകയായിരുന്നു. വിഷാദ രോഗത്തിനുള്ള മരുന്നായ കാറ്റഗൺ മിഡിൽ ഈസ്റ്റിലെ പല യുവാക്കളും കൗമാരപ്രായക്കാരും ലഹരി മരുന്നായി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അധികൃതർ അറിയിച്ചത്. കെസ്പ കുടുംബസംഗമം ദുബായ് അൽത്തവാർ പാർക്കിൽ ഫെബ്രുവരി 2 ഞായറാഴ്ച നടക്കും. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നടക്കുന്ന ചടങ്ങിൽ നിരവധി വിനോദ പരിപാടികളും അരങ്ങേറുമെന്ന് സംഘാടകർ അറിയിച്ചു.